I want. I want to. I want you to. I want you to be plus V3. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തോന്നും ഇതെല്ലാം ഒരുപോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണല്ലോ എന്ന്. പക്ഷേ ഇതൊന്നും ഒരുപോലെയുള്ള സ്ട്രക്ചേഴ്സ് അല്ല. ഓരോന്നും ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലാണ്. മാത്രമല്ല ഇത് ഓരോന്നും ഉപയോഗിക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് ഉള്ളത്. ഈ സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നറിയേണ്ടതും ആവശ്യം തന്നെയാണ്. വാണ്ട് എന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷിലുണ്ട്. നമ്മൾ ഇതിനു മുൻപ് 3 വീഡിയോസ് വാണ്ട് എന്ന ഒരു വേർഡ് വെച്ചുകൊണ്ട് അത് വരുന്ന സ്ട്രക്ചേഴ്സ്, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ പല വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ ലെസൺ ഓരോന്നായിട്ട് ഓരോ സ്ട്രക്ചേഴ്സായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ഐ വാണ്ട്. ഈ ഐ വാണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഐ വാണ്ട് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്? ഒരു നൗൺ ഉപയോഗിക്കണോ ഒരു വേർബ് ഉപയോഗിക്കണോ എന്നൊക്കെയുള്ളൊരു സംശയം വരും. ഐ സബ്ജക്റ്റാണ് ഇവിടെ. വാണ്ട്. വാണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് എ കേക്ക്. എനിക്കൊരു കേക്ക് വേണം എന്നാണ് അതിനർത്ഥം. ഐ വാണ്ട് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം വേണം. ഇങ്ങനെ എനിക്ക് ഒരു കാര്യം, ഒരു വസ്തു വേണം എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമല്ല ആർക്കും ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ആകാം. എക്സാമ്പിൾസ് നോക്കൂ. ഹി വാണ്ട്സ് എ ലാപ്ടോപ്പ്. അവന് ഒരു ലാപ്ടോപ്പ് വേണം. ദേ വാണ്ട് എ കാർ. അവർക്ക് ഒരു കാറ് വേണം. വി വാണ്ട് മെനി ബുക്സ്. ഞങ്ങൾക്ക് കുറേയധികം ബുക്സ് വേണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ഓർ വാണ്ട്സ് പ്ലസ് ഓബ്ജക്റ്റ്. സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വാണ്ട് ആണോ വാണ്ട്സ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഐ, യു, വി, ദേ. പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഏതെങ്കിലും ആണെങ്കിൽ വാണ്ട് എന്നുപയോഗിക്കുക. ഹി, ഷീ. അതല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാണ്ട്സ് എന്നും ഉപയോഗിക്കുക. ഇനി അടുത്ത സ്ട്രക്ചർ ഐ വാണ്ട് ടു. ഇതിന് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വാണ്ട് ടു അല്ലെങ്കിൽ വാണ്ട്സ് ടു. പിന്നെ ഉപയോഗിക്കേണ്ടത് ഒരു വേർബിൻ്റെ ബേസ് ഫോം ആണ്. വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുമ്പോൾ റൺ, പ്ലേ, റൈറ്റ്, റീഡ്, ഡാൻസ്, സിങ്. ഇതൊക്കെ വേർബിൻ്റെ ബേസ് ഫോംസ് ആണ്. ഐ വാണ്ട് ടു സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു റീഡ്, ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ടീച്ച്, ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഐ വാണ്ട് ടു. ഐ എന്ന സബ്ജക്റ്റിന് പകരം വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വാണ്ട് ടു ഉപയോഗിക്കുന്നത് പോലെ വാണ്ട്സ് ടു ഉപയോഗിക്കാം. ആദ്യം പറഞ്ഞ ആ ഒരു സബ്ജക്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ വാണ്ട്സ് ടു എന്ന് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഹി വാണ്ട്സ് ടു റീഡ്. അവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു ഡാൻസ്. അവൾ ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദേ വാണ്ട് ടു ഗോ ദർ. അവർ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, വാണ്ട് ടു അല്ലെങ്കിൽ വാണ്ട്സ് ടു കഴിഞ്ഞിട്ട് വേർബിൻ്റെ ബേസ് ഫോം തന്നെ ഉപയോഗിക്കണം. ഐ വാണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കേക്ക് വേണം. വാണ്ട് കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിച്ചു. പക്ഷേ ഐ വാണ്ട് ടു ഈറ്റ് എ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കേക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നായി. അപ്പോൾ വാണ്ട് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് നൗൺ ആണ്, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആകണം. ഐ വാണ്ട് എന്ന് കഴിഞ്ഞിട്ട് കേക്ക് എന്ന നൗൺ ആണ് ഉപയോഗിച്ചത്. അതേസമയം ഐ വാണ്ട് ടു കഴിഞ്ഞിട്ട് വാണ്ട് ടു ഈറ്റ് എന്നാണ് ഉപയോഗിച്ചത്. അവിടെ ഒരു വേർബാണ് ഉപയോഗിച്ചത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വാണ്ട് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു ഓർ വാണ്ട്സ് ടു പ്ലസ് V1 ഫോം ഓഫ് എ വേർബ്. അപ്പോൾ വളരെ ഈസി അല്ലേ ആ സ്ട്രക്ചർ? ഇനി അടുത്തത് ഐ വാണ്ട് യു ടു. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയില്ലേ? ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു
എന്ന് പറയുമ്പോഴാണ്. അതല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു, അവൻ ഇങ്ങനെ ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ? അവിടെയാണ് നമ്മൾ ഐ വാണ്ട് യു ടു എന്ന ഒരു ഫോർമേഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ഓർ വാണ്ട്സ്. പിന്നെ ഉപയോഗിക്കേണ്ടത് യു എന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഫോർമേഷനിൽ യു എന്നാണുള്ളത്. പക്ഷേ അവിടെ ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റീവ് കേസാണ്. ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുമ്പോൾ യു ആകാം, ഹിം, ഹെർ, അസ്, ദം ഒക്കെ ആകാം. അവൻ ഇന്ന കാര്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയില്ലേ? അപ്പോൾ ഹിം എന്ന് ഉപയോഗിക്കുക. അവൾ ഇന്ന ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഹെർ എന്നവിടെ ഉപയോഗിക്കണം. അത് ഓരോ സെൻറ്റൻസും അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കണം. എക്സാമ്പിൾ വരുമ്പോൾ വളരെ ഈസി ആയിട്ടത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിളായിട്ട് നോക്കാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഞാനാണ് സബ്ജക്റ്റ്. ഐ വാണ്ട് യു. നിങ്ങൾ ചെയ്യണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഐ വാണ്ട് യു ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറയും, ഞാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഐ വാണ്ട് യു ടു വാച്ച് മൈ വീഡിയോ. വേറെ സബ്ജക്റ്റ് വെച്ച് നമുക്ക് നോക്കാം. ഐ വാണ്ട് എന്ന് പറഞ്ഞതുപോലെ ഹി വാണ്ട്സ്, ഷീ വാണ്ട്സ് എന്നൊക്കെ പറയാമല്ലോ. സബ്ജക്റ്റ് മാറ്റി മാറ്റി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അവൻ, അവൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. അവൻ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് വാണ്ട്സ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹി വാണ്ട്സ്, അവൾ പോകാനല്ലേ? അപ്പോൾ ഹി വാണ്ട്സ് ഹെർ ടു ഗോ ദർ. ഹെർ എന്ന ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ ആണ് അവിടെ ഉപയോഗിച്ചത്. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. കുട്ടികൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ എങ്ങനെ പറയും? അവൾ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഷീ ആണ് സബ്ജക്റ്റ്. ഷീ വാണ്ട്സ്, ഷീ സബ്ജക്റ്റ് ആയതുകൊണ്ട് വാണ്ട്സ്. ഷീ വാണ്ട്സ് ചിൽഡ്രൻ ടു പ്രാക്ടീസ്. ഷീ വാണ്ട്സ് ചിൽഡ്രൻ ടു പ്രാക്ടീസ്. അവിടെ ചിൽഡ്രൻ എന്നതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി അവർ പ്രാക്ടീസ് ചെയ്യണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിൽ ഷീ വാണ്ട്സ് ദം ടു പ്രാക്ടീസ്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് വാണ്ട്സ് അല്ലെങ്കിൽ വാണ്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഏതാണോ അതിൻ്റെ ആ ഒരു അവിടെ വേണ്ട ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ അതും ഉപയോഗിക്കുക. ഇനി അടുത്ത സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഐ വാണ്ട് യു ടു ബി പ്ലസ് V3 ഫോം. ടു ബി പ്ലസ് V3 ഫോം അതൊരു പാസീവ് വോയിസിൻ്റെ ഒരു ഫോമാണത്. നിങ്ങൾ ക്ഷണിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ക്ഷണിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളല്ല ഒരാളെ ക്ഷണിക്കേണ്ടത്, വേറെ മറ്റൊരാൾ നിങ്ങളെ ക്ഷണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ. ക്ഷണിക്കപ്പെടുക, വിളിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകളിലാണ് നമ്മൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വാണ്ട് യു, വാണ്ട് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് കേസ്, പിന്നെ ടു ബി പ്ലസ് V3 ഫോം ഉപയോഗിക്കുന്നത്. V3 ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഒരു എക്സാമ്പിൾ, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ബി റെസ്പെക്റ്റഡ്. ശ്രദ്ധിക്കൂ, റെസ്പെക്റ്റഡ് അതായത് നിങ്ങൾ വേറൊരാളെ റെസ്പെക്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്, മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെന്നല്ലേ. അതുകൊണ്ടാണ് ടു ബി റെസ്പെക്റ്റഡ് എന്ന് പറയുന്നത്. അവിടെയാണ് പാസീവ് ഫോമിലുള്ള ആ ഒരു പാർട്ട്. ഐ വാണ്ട് യു ടു ബി റെസ്പെക്റ്റഡ്. ഇനി അവൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണെങ്കിലോ ഐ വാണ്ട് ഹിം ടു ബി റെസ്പെക്റ്റഡ്. ഇനി വേറൊന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവൻ റെസ്പെക്റ്റ് ചെയ്യപ്പെടണമെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ യു വാണ്ട് അവൻ, യു വാണ്ട് ഹിം ടു ബി റെസ്പെക്റ്റഡ്. യു വാണ്ട് ഹിം ടു ബി റെസ്പെക്റ്റഡ്. ആരാണ് ആഗ്രഹിക്കുന്നത്? അതാണ് സബ്ജക്റ്റ്. ഇപ്പോൾ ഈ 4 സ്ട്രക്ചേഴ്സും മനസ്സിലായില്ലേ? നമുക്ക് ആദ്യത്തെ ഒരു സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിച്ചത്? ഐ വാണ്ട് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം വേണം. അടുത്തത് ഐ വാണ്ട് ടു ഈറ്റ് ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അടുത്തത്
ഐ വാണ്ട് യു ടു ഈറ്റ് ഐസ്ക്രീം. നിങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടീ എന്ന് പറഞ്ഞാൽ എനിക്ക് ചായ വേണം. ഐ വാണ്ട് ടു ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നായി. ഐ വാണ്ട് ടു ഇൻവൈറ്റ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ഇൻവൈറ്റ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ഇൻവൈറ്റ് മീ. ഇനി വേറെ അടുത്തത് ലാസ്റ്റ് വൺ. നിങ്ങൾ വിളിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയേണ്ടത്. നിങ്ങൾ വിളിക്കപ്പെടണമെന്ന്, ക്ഷണിക്കപ്പെടണമെന്ന്. നിങ്ങൾ ക്ഷണിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് യു ടു ബി ഇൻവൈറ്റഡ്. ഇപ്പോൾ എല്ലാ സ്ട്രക്ചേഴ്സും മനസ്സിലായില്ലേ? ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് നോക്കാം. ആദ്യം ഞാൻ മലയാളം സെൻറ്റൻസസ് പറയാം. അപ്പോൾ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആലോചിച്ച് വയ്ക്കണം. ആൻസർ പറയുമ്പോൾ അത് കറക്റ്റാണോ എന്ന് അറിയുകയും ചെയ്യാം. ഞാൻ അവന് പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഗിവ് ഹിം മണി. എനിക്ക് 2 ലാപ്ടോപ്പ് വേണം. ഐ വാണ്ട് 2 ലാപ്ടോപ്സ്. അവൻ ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. He wants to buy a car. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I want to attend the meeting. അവൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. You want her to attend the meeting. അവൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want him to support me. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. They want you to be encouraged. അവന് നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want you to give him some money. ഞാൻ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. I want to give them a gift. നിങ്ങൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. I want you to give her a gift. I want you to give her a gift. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. You want me to help them.